നമസ്കാരം. യു.പിയിൽ എൻ.ഡി.എ അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടപ്പോൾ ബീഹാറിൽ മുന്നണിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് നിതീഷ് കുമാറിന്റെ ജെ.ഡി.യുവിന്റെ കരുത്തിൽ മാത്രമാണ്. ദേശീയതലത്തിൽ ബി.ജെ.പിയുടെ പ്രതീക്ഷകൾക്ക് വിലങ്ങ് തടിയായി നിൽക്കുന്ന ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് തന്നെ കാരണക്കാരനായ നേതാവാണ് നിതീഷ്. പട്നയിൽ ഇന്ത്യ മുന്നണിയുടെ ആദ്യ യോഗം വിളിച്ചു ചേർക്കാൻ മുന്നിട്ടിറങ്ങിയെങ്കിലും മുന്നണി കൺവീനർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ മറുപാളത്തിലെത്തുകയായിരുന്നു ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഫലപ്രകാരം സംസ്ഥാനത്താകെയുള്ള 40 സീറ്റുകളിൽ 32 സീറ്റുകളിലും എൻ.ഡി.എ മുന്നേറിയിരുന്നു. ഇതിൽ 14 സീറ്റുകളിലാണ് ജെ.ഡി.യുവിൻ്റെ മുന്നേറ്റം. എന്നാൽ ബി.ജെ.പിക്ക് ഇതുവരെ ലീഡ് പിടിക്കാൻ സാധിച്ചത് 12 സീറ്റുകളിലായിരുന്നു. തുടക്കത്തിലെ ഈ ഒരു വോട്ട് നില ഇങ്ങനെയായിരുന്നു. ബി.ജെ.പി 17 സീറ്റുകളിലും ജെ.ഡി.യു 16 സീറ്റിലുമായിരുന്നു മത്സരിച്ചത്. ഒന്നിച്ച് മത്സരിച്ച കഴിഞ്ഞ തവണ 17 സീറ്റുകളിൽ വീതമായിരുന്നു ഇരു പാർട്ടികളും വിജയിച്ചത്. ഇത്തവണ ഒരു സീറ്റിൽ കുറവ് മത്സരിച്ചിട്ടും ബി.ജെ.പിയെ മറികടന്ന് സീറ്റ് നിലയിൽ മുന്നിലെത്താൻ ജെ.ഡി.യുവിന് സാധിച്ചു എന്നതാണ് ശ്രദ്ധേയം. എൻ.ഡി.എ നിരയിൽ എൽ.ജെ.പി 5 സീറ്റുകളിലും ഹിന്ദുസ്ഥാനി ആവാമി മോർച്ച ഒരു സീറ്റിലും മുന്നേറിയിട്ടുണ്ട്. പ്രതിപക്ഷ നിരയ്ക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റം ബീഹാറിൽ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും കഴിഞ്ഞ തവണ സംഭൂജിതരായ മുന്നണിക്ക് ഇത്തവണ 8 സീറ്റുകളിൽ മുന്നേറാൻ സാധിക്കുന്നുണ്ട്. ആർ.ജെ.ഡി 4, കോൺഗ്രസ് 3, CPIML 2 എന്നതായിരുന്നു പ്രതിപക്ഷ നിരയിലെ വോട്ട് നില. ആർ.ജെ.ഡി, കോൺഗ്രസ്, CPM, CPIML, VIP തുടങ്ങിയ പാർട്ടികളാണ് ഇന്ത്യ സഖ്യത്തിന് കീഴിലുള്ളത്. ആർ.ജെ.ഡി 23, കോൺഗ്രസ് 9, CPIML 3, VIP 3, CPM 1, CPI 1 എന്നിങ്ങനെയായിരുന്നു ഇന്ത്യ സഖ്യത്തിനിടയിലെ സീറ്റ് വീതം വെപ്പ്. ആകെയുള്ള 40 സീറ്റിൽ 30-ന് മുകളിൽ തങ്ങൾക്ക് ലഭിക്കുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവകാശവാദം. എന്നാൽ ഫലം പുറത്തു വന്നപ്പോൾ ഇതൊന്നും ഫലിച്ചില്ല. എൻ.ഡി.എ ചേരിയിൽ ബി.ജെ.പി 17, ജെ.ഡി.യു 16, എൽ.ജെ.പി 5, ഹിന്ദുസ്ഥാനി ആവാമി മോർച്ച 1, രാഷ്ട്രീയ ലോക് മോർച്ച 1 എന്നിങ്ങനെയായിരുന്നു മത്സരമുണ്ടായിരുന്നത്.